ഗൈസ് നിങ്ങൾക്ക് ഞാൻ ഒരാളെ കാണിച്ചുതരാം ഗൈസ്. ഗൈസ് ഇതാണ് നമ്മുടെ അനന്ത്. നീ എന്താണ് കളിക്കുന്നത് യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ? ഡാൻസ് ചലഞ്ചാണ്. ഡാൻസ് ചലഞ്ചറാണ് ഗൈസ്. അതായത് കമന്റില് പറഞ്ഞ നിങ്ങൾ പറഞ്ഞ മണി ഞാൻ പറഞ്ഞു കൊടുക്കാം ഗൈസ്. ഇവൻ ചെയ്യണ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവ ഇൻസ്റ്റാഗ്രാമില് കമന്റ് ബോക്സിൽ കുറെ ആൾക്കാർ കമന്റ് ഇടും. അപ്പൊ അതിൽ നിന്നൊരു കമന്റ് എടുത്തിട്ട് അതിൽ നിന്നൊരു ഡാൻസ് കളിച്ചിടും. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പൊ ഇന്നലെ നമ്മളിപ്പോ വിജയുടെ സോങ് ഒക്കെ ഉണ്ടല്ലോ, അതിപ്പോ നമ്മളിപ്പോ ഇവര് ഡാൻസ് കളിച്ചിടും. അപ്പൊ ആ കമന്റ് ബോക്സിൽ എന്നെ കൊണ്ട് കളിക്കാൻ പറ്റില്ല അതേപോലെ ഡാൻസ് അവൻ കളിച്ചിടും. അതാണ് അവൻ ചെയ്യണ പരിപാടി. ഇപ്പൊ മാറി. ഇപ്പൊ സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് ചോദിച്ചു തുടങ്ങി. അതിന് കമന്റ് ചെയ്ത് കൊടുക്കും, സ്ട്രേഞ്ചേഴ്സ് കൊടുക്കും എല്ലാവരും. അപ്പം സാധാരണ പൊതുവെ പറഞ്ഞ ഇൻഫ്ലുവൻസർമാർക്ക് പണിയൊന്നും ഇല്ലാതെ വേലയും കൂലി ഇല്ലാതെ ഇരിക്കുന്നതാണ് പരിപാടി. പക്ഷെ നമ്മുടെ അനന്തു പാപം രാവിലെ എപ്പോഴാ ഡാൻസ് എടുക്കാൻ പോണേ? ഞാൻ ഞായറാഴ്ച രാവിലെ പോയി കണ്ടന്റ് ഒക്കെ തപ്പിടിക്കാൻ ഡാൻസ് ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് ഓരോ ദിവസം ഓരോന്നുണ്ട് അപ്ലോഡ് ചെയ്യല്ലേ. ഞായറാഴ്ച എനിക്ക് കടയുള്ളതുകൊണ്ട് ഞായറാഴ്ച മാത്രമേ എനിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഞാൻ ഞായറാഴ്ച ഇറങ്ങിയിട്ട് രാവിലെ തൊട്ട് ഉച്ച വരെ ഈ കണ്ടന്റിന് വേണ്ടിയിട്ട് നമ്മളെ പിള്ളേർക്ക് പോയി ചോദിക്കും. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഡാൻസ് ചെയ്യണത്. അതൊരു 3-4 ഡാൻസ് എടുക്കും. കാരണം ഞായറാഴ്ച മാത്രം ഇറങ്ങാൻ പറ്റുള്ളൂ. ആഴ്ചയിൽ ഇട്ടിട്ട് പോകണത്. അധ്വാനിക്കുന്ന ഒരു തലമുറയാണ് അനന്തു ഗൈസ്. എല്ലാരും പൊതുവെ പറഞ്ഞോണ്ട് ഇൻഫ്ലുവൻസർ ആരുമാരും പണിയില്ല, ചുമ്മാ കറങ്ങി നടക്കണ പരിപാടിയാണ്. പക്ഷെ അവൻ ഒരാഴ്ചയിൽ 6 ദിവസം അവൻ ജോലിക്ക് പോയിട്ട് ഒരു ദിവസം ഇറങ്ങി വീഡിയോ എടുക്കണം. ഇതാണ് അവന്റെ കൊച്ചു ഷോപ്പ്. കേട്ടോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതാക്ക് കാട്ടാക്കട പോണ വഴിയാണ്. കാട്ടാക്കട നമ്മളെ പങ്കജശ്രീ റോഡ് ഉണ്ടോ? ഈ കയറ്റം എന്നെ പറ്റിച്ചതാണ് കേസ്. എന്നെ കട തുറന്ന് എന്നെ കട തുറന്ന് എന്റെ അടുത്ത് പറഞ്ഞ് ശനി ഞായറും വീഡിയോ എടുക്കാൻ വെക്കുമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എന്നെ പറ്റിച്ച എനിക്ക് ഒരു ദിവസത്തില് ആഴ്ചയിൽ ഒരു ദിവസം ആക്കി തന്ന എന്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. ഓടിക്കളഞ്ഞു. അനന്തൊരു ഫാൻസ് ആണ് കേട്ടോ. ഇവിടെ ഇരിക്കുമ്പോഴൊക്കെ ആൾക്കാരെ കയ്യെ കാണിച്ചാണ് പോണത്. ഇപ്പൊ തന്നെ 2 പേര് കൈ കാണിച്ചിട്ട് പോയി അനന്തു എന്ന് വിളിച്ചിട്ട്. കൈസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ ഇത് കാട്ടാക്കട പോണ വഴിയാണ് അല്ലടാ. കാട്ടാക്കട പോണ വഴി ഇതൊക്കെ പങ്കജശ്രീയാണ് ഇതൊക്കെ ലൊക്കേഷൻ പറഞ്ഞത്. ഈ കയറ്റം കയറി ഇറങ്ങി പോണ വഴിക്ക് ഇതേ ഷോപ്പുണ്ട്. ആർക്കെങ്കിലും കണ്ട ഇതാണ് കടയുടെ പേര്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ എല്ലാ സാധനം ഉണ്ടോ? എന്തൊക്കെ സാധനം ഉണ്ട് ഇവിടെ? അത്യാവശ്യം വീട്ടിന് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം ഒരു 80% ലാഭം ഉണ്ടോ അതിന്? ലാഭം നമുക്ക് 1-2 രൂപയൊക്കെ കിട്ടുള്ളൂ. അത്രേ ഉള്ളത്. നല്ലേ, കുഴപ്പമില്ല, സെറ്റാവും. നമുക്ക് ഈ മുട്ടായിയൊക്കെ വിറ്റ് കഴിഞ്ഞാൽ കിട്ടണത് 5 രൂപ 10 രൂപയൊക്കെ ലാഭമായി. ഇത്രയും മുട്ടായിയൊക്കെ കിട്ടും. പക്ഷെ പലവ്യഞ്ജന കടത്തിൽ സീനാണ്. നമ്മള് സാധാ ഹൈ എമൗണ്ട് കൊടുത്ത് ഇറക്കി കഴിഞ്ഞാൽ ഹൈ ലാഭം കിട്ടും. മനസ്സിലായ കൊച്ചു ഇതിനൊക്കെ കൊച്ചു. അതാണ് എന്റെ അടുത്ത ഫോളോവർ നിൽക്കുന്നത് ഗൈസ്. നമസ്കാരം. അപ്പൊ പിന്നെ കാണാം.